രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തു. തെരഞ്ഞെടുപ്പ് ദിവസം അതൊക്കെ ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിലും നമ്മൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുവെന്നാണ് ആലോചിക്കുന്നത്. നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നു. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലെ വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി പൊട്ടിച്ച വെടിയാണ് ഇപ്പം നമ്മൾ കേട്ടത്. മുഖ്യമന്ത്രി പിണറായി വോട്ട് ചെയ്തതിന് ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ പിടിച്ച് UDFന് പ്രതിരോധം തീർക്കേണ്ടി വന്നു എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. അതിൽ തന്നെ UDF നേതാക്കൾക്ക് ഒരൈക്യമുണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്തിനു പറയുന്നു? ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇതിന്റെ ഒരു അജണ്ട നിശ്ചയിച്ചതിൽ ആരാണ് വിജയിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. നിസ്സംശയം പറയാം, അത് LDF തന്ത്രപൂർവം ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ മുൻകൈ നേടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ഇത് തുടങ്ങുന്ന ഘട്ടത്തിൽ ആകെ അമ്പരപ്പിലായിരുന്നു. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവർ മറുപടി പറയാൻ ബുദ്ധിമുട്ടി നിൽക്കുകയും അത് ഈ തെരഞ്ഞെടുപ്പിനെ നല്ല തോതിൽ ബാധിക്കുമെന്ന് വന്നൊരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ പുറത്തേക്കിട്ട് അവർ ഗോളടിച്ച് മുന്നേറി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ശബരിമല വിഷയം തന്നെ മുഖ്യ മാധ്യമ രംഗത്ത് നിന്ന് ചർച്ചകളിൽ നിന്ന് അങ്ങ് അകന്നുപോയി. അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വിഷയത്തെ പ്രതി ചർച്ച നടന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെ ആയിരിക്കും. കാരണം വലിയ തോതിൽ അവിടുത്തെ ആ കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള വിശ്വാസി സമൂഹത്തെ വ്രണപ്പെടുത്തിയിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയാവുമെന്നും അത് BJPയും UDFും മുതലെടുക്കുമെന്നും അത് ഇടതുപക്ഷത്തെ അതിൻ്റെ വിജയസാധ്യതയെ വലിയ തോതിൽ ബാധിക്കുമെന്ന ഒരു ഘട്ടത്തിൽ അതിസമർത്ഥമായി ആ വിഷയത്തെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഈ LDF അതിവേഗം ആ ഒരു ചർച്ചയിൽ നിന്ന് തന്നെ സ്വർണ്ണക്കൊള്ള എന്നുള്ള ചർച്ച തന്നെ വഴിമാറ്റിയെടുത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വിഷയത്തിലേക്ക്, ഒരു ലൈംഗിക അതിക്രമ കേസിലേക്ക് ഈ ചർച്ചയെ വഴിമാറ്റി. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ, വിഷ്വൽ മീഡിയാസ് എല്ലാം തന്നെ അന്തിചർച്ചകളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോവുകയും അവസാന നാളുകളിൽ ഒന്നോ രണ്ടോ ചാനല് ഒരു പേരിന് വേണ്ടി, പ്രത്യേകിച്ച് മനോരമ പോലെയുള്ള ചാനലിന് ഇത് ചർച്ച ചെയ്തില്ല എങ്കിൽ എങ്ങനെയെന്ന് അവർക്കൊരു വിഷമം തോന്നി സ്വർണ്ണക്കൊള്ളയുടെ ചർച്ചയിലേക്ക് ഒരു ദിവസമോ 2 ദിവസമോ അവർ പോയി എന്നൊഴിച്ചാൽ ബാക്കിയെല്ലാം ദിവസവും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ ചുറ്റിപ്പറ്റിയും പിന്നീട് അവസാന ദിവസം ദിലീപിന്റെ കേസിന്റെ വിധിയെ ചുറ്റിപ്പറ്റിയും ഈ മാധ്യമങ്ങൾക്ക് വട്ടം കറങ്ങേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഈ LDFന്റെ അതിവിദഗ്ധമായ ഒരു പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അതിൽ UDF അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ കരുതണം. എന്ന് വിചാരിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കുമോ എന്നൊന്നും നിങ്ങൾ കരുതി പോകേണ്ടതില്ല. കാരണം ഇത് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പാണ്, വാർഡ് തല തെരഞ്ഞെടുപ്പാണ്, വളരെ ലോക്കലായ വിഷയങ്ങൾ ഇതിനെയെല്ലാം ബാധിക്കും. പക്ഷെ പൊതുവായിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ അല്ലെങ്കിൽ നഗരസഭ തുടങ്ങിയ പ്രധാന മേഖലകളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ അല്പം കൂടെ രാഷ്ട്രീയമുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവും, ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നതിൽ
ഒരുപക്ഷെ UDF വിജയിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തന്നെ ഈ നേതാക്കൾക്കൊരു ഐക്യം ഉണ്ടായിരുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളെല്ലാം പല തട്ടുകളിലായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒരു അഭിപ്രായം പറയുമ്പോൾ KPCC പ്രസിഡന്റ് മറ്റൊരു അഭിപ്രായം പറയും, ഉണ്ണിത്താൻ വേറൊരു അഭിപ്രായം പറയും, UDF ചെയർമാൻ വേറൊരു അഭിപ്രായം പറയും. ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ അഭിപ്രായങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ന് സണ്ണി ജോസഫിന് കിട്ടിയ പരാതി, KPCCക്ക് കിട്ടിയ പരാതി കോൺഗ്രസ്സുകാർ തന്നെ പരാതിയായി പോലീസിനെ ഏൽപ്പിച്ചതിൽ ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് അതൊരു ഡ്രാഫ്റ്റഡ് കംപ്ലൈൻ്റ് ആണ്, അത് അത്ര വിശ്വസനീയമായ കംപ്ലൈൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഈ പൊതുജനത്തിനെ പൊട്ടന്മാരാക്കുന്നത് തുല്യമാണെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ തിരുത്തുന്ന കാഴ്ചകൾ വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ, ഒന്ന് കേട്ടു നോക്കൂ. പരാതി എന്തിനാണ്? എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അയച്ചു. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ്? എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? കണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയൊരു പരാതി പോലീസിലേക്ക് കൈമാറിയ ശേഷം പുള്ളി പത്രങ്ങളോട് പറയുന്ന പ്രസ്താവനയാണത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇനി പ്രതിപക്ഷ നേതാവിന് ഇതേപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. ചിലപ്പോൾ ഒരു അഭിഭാഷകന്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. കേട്ടല്ലോ, ഇതുപോലെ ഐക്യമുള്ളൊരു പാർട്ടി ഈ ഭൂമി മലയാളത്തിലല്ല ഭൂലോകത്തിലേ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് സാറേ ഈ UDF ഗുണം പിടിക്കുന്നത്? എങ്ങനെയാണ് LDFനെ നേരിടുന്നത്? ഒരു വിഷയത്തിൽ അവർ തമ്മിൽ തന്നെ ഒരു അഭിപ്രായ ഐക്യമില്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുക? ഒരു പ്രശ്നത്തെ നേരിടുക, ഒരു വിഷയത്തെ നേരിടുക എങ്ങനെയാണ്? എന്നാൽ അങ്ങനെയല്ല മറുപക്ഷം എന്നുള്ളതിൻ്റെ ഒരു തെളിവിടെ കാണിക്കാം. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് അതിലെ മറ്റൊരു നേതാവ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം ഒരു കാര്യം കൂടെ പറയാം. എന്നാൽ കോൺഗ്രസ്സിൽ അത്യാവശ്യം വെളിവുള്ള ഒരു നേതാവുണ്ട്, അദ്ദേഹം പറയുന്നതും കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും വാക്ക് പറയുന്ന ഒരാളല്ല കേരളത്തിൽ. പിണറായി എല്ലാവർക്കും അറിയാം, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കുറ്റം ചെയ്യുന്ന ആരുടെയും കൂടെ നിൽക്കില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറയാറുണ്ട്. ആ പറയുന്ന കാര്യം ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അത്രയധികം ഭീകരമായ അതിക്രമമാണ് പെൺകുട്ടികൾ നേരിട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ത്രീലമ്പടന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അതിന് കേരളീയ സമൂഹത്തിന് ആശ്വാസമുണ്ട്. കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം അതിൽ അനൽപമായ ആശ്വാസമുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു, നമ്മുടെ പെൺമക്കളെ ആക്രമിക്കുന്നവർക്ക് എതിരെ ആക്രമിക്കുന്നവരുടെ കൂടെ നിൽക്കില്ല, അതിനെതിരെയാണ് ഈ ഗവൺമെന്റ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു. സാഹചര്യത്തിലായിരിക്കും ഇത് രാഷ്ട്രീയ പ്രേരിത പരാതി കേസ് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ താങ്കളോട് എല്ലാവരോടുമായി പറഞ്ഞു, ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് എത്ര ചോദ്യം ആവർത്തിച്ച് ചോദിച്ചാലും ഞാൻ ഇന്ന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു ദിവസമാണ്. ഇന്ന് നമുക്ക് വിവാദങ്ങൾക്ക് അവധി കൊടുക്കാം.